അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മലയാളത്തിൽ നിന്നൊരു പുതിയ ഒരു സീരീസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. മുത്തശ്ശി C5ലാണ് അതിലൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതൊരു ടീസർ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മറന്നുപോയി. അത് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചിരുന്ന സമയത്താണ് ഇതിൻ്റെ ട്രെയിലർ വന്നത്. സോ അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. ആ വീടിനെ കുറിച്ചൊക്കെ തിരക്കിയിട്ടാണ് രാജനെ കെട്ടിയത്. ആ വീട് ഒരു ശാപം പിടിച്ച വീടാണ്. 10 വർഷത്തിനിടയിൽ ഈ ഗ്രാമത്തിൽ ഒരു സ്ത്രീക്ക് പോലും കുട്ടികളുണ്ടായിട്ടില്ല. അതിനെല്ലാം കാരണം ആ വീടും മുത്തശ്ശിയോ. KBS ലീലയാണോ കാണിച്ചത്? ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ രാജേട്ടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഞാൻ തന്നെയാണെന്ന്. ലീല ഗർഭിണിയാണ്. വംശം നിലനിർത്താനായി അടുത്ത ശക്തിയെ സൃഷ്ടിക്കാൻ സമയമായെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം. നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം ഇത്രയും ദുരിതമേറിയതാക്കിയത് രക്ഷസാണ്. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ശ്രീകുട്ടനെ ഉടനെ ഇവിടുന്ന് മാറ്റണം. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയിരുന്നാലോ? എനിക്ക് പേടി ഇവിടെ നിൽക്കാൻ. നീ രാജനെ ശ്രീകുട്ടനെ നീ അടുത്തായിട്ട് ദുഃഖിപ്പിക്കുക. അവന് നീ മോഹിക്കുന്ന ചിന്തിച്ച ഞാൻ കൊല്ലും. ശ്രീകുട്ടൻ എന്റെ മോനാ. അവനെ തല്ലണോ വഴക്ക് പറയണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ചോദിക്കാം. നീ അറിയാത്ത നിന്റെ അമ്മയ്ക്ക് വലിയൊരു ചരിത്രം തന്നെയുണ്ട്. മുത്തശ്ശി കണ്ടാലേ തന്നെ പേടിക്കണം എന്നുള്ള ലൈനിലാണ് മുത്തശ്ശിയുടെ മേക്കപ്പ് ചെയ്തേക്കുന്നത് അല്ലേ. ഇത് ജൂലൈ 3-ാം തീയതി മുതലാണ് ഇത് റിലീസാകാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു വലിയ കുമ്മൊന്നുമില്ല. ഇങ്ങനൊരു കുറച്ച് ബജറ്റ് കുറവാണ്. ബജറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. C5 എത്തിയതായിരിക്കും. അല്ല C5ൻ്റെ പരിപാടികൾക്ക് ബജറ്റ് കുറവാണ്. ഇതിൽ ആക്ച്വലി ഇവർ പ്രൊഡക്ഷൻ്റെ ഇതല്ലാതെ ഡയറക്റ്റിങ് കുറച്ചിങ്ങനെ ബജറ്റ് മാത്രമല്ല, ബജറ്റ് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ബജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇപ്പം നമ്മൾ കാണുമ്പോൾ മൊത്തത്തിലൊരു ഇച്ചിരി ഒരു അമച്ചുറസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ മേക്കപ്പും കാര്യങ്ങൾ, ഈ അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ മുടിയൊക്കെ ഭയങ്കര അല്ലേ, മുടിയൊക്കെ കുറച്ചധികം. പിന്നെ കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലപ്പോൾ അത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ള ലൈനിലേക്ക്. അത് തന്നെ. ഇപ്പം ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഇപ്പം ഈ ടൈപ്പ് ഓഫ് പടങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമുള്ള കഥയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ലായിരിക്കും. അപ്പോൾ അതും കൂടെ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ഈ ഒരു ഇത് വരും. കാരണം ഇവരുടെ സീരീസ് ഇറങ്ങുന്ന സീരീസിനില്ല. ഇപ്പോൾ ലാസ്റ്റ് കാസർഗോഡ് എന്തായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു സീരീസ് ഇറങ്ങിയിരുന്നു. അതും വർക്കായില്ല, വളരെ ശോകം. കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞൊരു സീരീസ് C5 ഇറങ്ങിയിരുന്നു. ആരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതെന്തോ എന്തിനെക്കുറിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂസും വളരെ ശോകമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈവൻ ഞങ്ങളന്ന് അപ്രോച്ച് ചെയ്ത ടൈമിൽ നമുക്ക് മനസ്സിലായത് ഇവർക്ക് ബജറ്റ് ഭയങ്കര കുറവാണ്. പിന്നെ ഇത് നമ്മൾ ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാത്തില്ലേ, അതായത് അതിനകത്ത് ഗുണ്ടയായിട്ട് ഇത് ബേസിക്കലി കാണുമ്പോൾ ഒരു യൂട്യൂബിൽ വരുന്ന വെബ് സീരീസിന്റെ ആ ഒരു ഫീലാണ് കുറച്ചുകൂടെ. അതായത് നമ്മൾ നിവർത്തികേട് കൊണ്ട് നമ്മൾ പ്രായം കുറഞ്ഞവരെയൊക്കെ പിടിച്ച് കുറച്ച് വെയിറ്റേജ് വേണ്ട റോൾസ് കാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലുണ്ട് പുള്ളിക്കാരത്തിയൊക്കെ. അഖില ഭാഗവന്റെ റോള് കുറച്ചുകൂടെ അല്ലേ, ഭയങ്കര യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നു. യങ്ങായിട്ടുള്ള ആളാണ് ആയിരിക്കും അവരുടെ ഉദ്ദേശം. അല്ല, ഞാൻ ഉദ്ദേശിച്ച ആക്ടിങ് വൈസും ഭയങ്കര യങ്ങാണല്ലോ പുള്ളിക്കാരത്തി. ഇങ്ങനെ ഈ
അങ്ങനത്തെ എന്താ ഡ്രമാറ്റിക് റോളുകളിലേക്കൊന്നും പുള്ളി ചെയ്തിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടോന്ന്. ഇല്ല, അത്രയും ക്യാരക്ടർ റോൾ എടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഈ നമ്മൾ കണ്ട പടങ്ങളിലെല്ലാം ഈ ആ റോളല്ലാത്തൊരു ഇതിനകത്ത് ലീഡിങ് ലേഡി പുള്ളിക്കാരി ആയിരിക്കും. പിന്നെ മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ക്യാരക്ടർ ചെയ്തെന്ന് KPS ലീല. പുള്ളിക്കാരി ഇപ്പോൾ ആക്ച്വലി നമ്മുടെ അനന്തരാമൻ്റെ ഒരു പുതിയ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അതും മുത്തശ്ശി. ആ മുത്തശ്ശി, അത് ഗ്രാനി അതിൽ ഈ മുത്തശ്ശി തന്നെ അഭിനയിക്കുന്നു. അത് പുള്ളിക്കാരത്തെ അടുത്ത് ഒരു ഗ്രാനിയുടെ റോളുമായിട്ട് രണ്ടുപേരും വന്നു. ഇത് ഒരെണ്ണമാണോ 2 പടമാണോ എന്ന് തിരിച്ചറിയാത്ത. അതുകൊണ്ട് അത് ഉടനെ റിലീസ് എത്തുന്നുണ്ട്. അത് യൂട്യൂബ് റിലീസില്ലേ? അത് യൂട്യൂബ്, അത് 3-ാം തീയതി കണ്ടാണ്. നല്ല ക്വാളിറ്റി ആയിരിക്കും. എന്തോ ഞാൻ കണ്ട അതിന്റെ റിവ്യൂ അതിന് ഓൾറെഡി കണ്ട കുറച്ചുമായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. പുള്ളി അത് സിനിമയാക്കാൻ വേണ്ടി പോയിട്ടേ പുള്ളിയുടെ വേറെ സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പോൾ അത് വർക്ക് ചെയ്യാന്നുള്ള ലൈനിൽ ഇത് പിന്നെ ഷോർട്ട് ഫിലിമായിട്ട് തന്നെ ഇറങ്ങട്ടെ എന്നുള്ള ലൈനിൽ പുള്ളി കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് വരട്ടെ, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം.